ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനീഷ് വ്ലോഗ്സ്. ഇപ്പൊ നമുക്ക് ഒരു അളവ് ചുരിദാറിലിരുന്ന് അളവെടുത്ത് ഒരു ഡ്രസ്സ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന് അളവെടുക്കാം. അളവെടുക്കാൻ ആദ്യം നമുക്ക് ഇവരുടെ ഷോൾഡർ അളവ് അങ്ങ് എടുക്കാം. ഷോൾഡറിന്റെ അളവ്, ഈ ഡ്രസ്സിന് ഷോൾഡർ എത്ര ഉണ്ടെന്ന് നോക്കണേ. ഇവിടുന്ന് ഇവിടെ വരെ ഷോൾഡർ വെച്ച ഇതിനിപ്പം 12 ഇഞ്ച് ഷോൾഡർ ഉള്ളത്. 12 ഇഞ്ച് ഷോൾഡർ. നെക്ക് എത്ര ഉള്ളതെന്ന് നോക്കണം. നെക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇതിൽ നമുക്ക് കാണുമ്പോൾ 6 ഇഞ്ച് നെക്കാ ഉള്ളത്. പക്ഷെ ഞാൻ തയ്ച്ച ചുരിദാർ ഇത് നമ്മൾ വെക്കുമ്പോൾ ഇതിന് 6 ഇഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് 5.5 ഇഞ്ച് നെക്കാണ് വെച്ചിരുന്നത്. ഇപ്പൊ ഇട്ടിട്ട് വലിഞ്ഞതിന്റെയും പിന്നെ സ്റ്റിച്ചിങ് കുറച്ച് പോകുമല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ 6 ഇഞ്ചായിട്ട് തോന്നുന്നതാ. 5.5 ഇഞ്ചിനൊക്കെ ഇതില് സ്റ്റിച്ചിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ തന്നെ തയ്ച്ച ഡ്രസ്സാണിത്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും. അത് കഴിഞ്ഞ് നമുക്ക് ഇവരുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കണം. ചെസ്റ്റ് ഇവിടെ രണ്ടും കൂടി ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ട് അയൺ ചെയ്ത ഡ്രസ്സാ. എന്നിട്ടും അത് ഇവിടുന്ന് ഇങ്ങോട്ട് 18.5, ചെസ്റ്റ് 18.5, ചെസ്റ്റ് പകുതി 18.5, ഹാഫായത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കുന്നത് ഇതിന്റെ ഹിപ്പിന്റെ ഇറക്കം എടുക്കണം. വേസ്റ്റ് ഹൈറ്റ് ഇവരുടെ ഏറ്റവും ഷേപ്പ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ അവിടെ നോക്കണം നമ്മൾ. ഷേപ്പ് ഇവരുടെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പം 13 ഇഞ്ച് ഇറക്കം എടുക്കണം. 17 ഇഞ്ചാണ് ചുറ്റളവ്. 13, 17.5. നമുക്ക് സീറ്റിന്റെ അതായത് സ്ലിറ്റിന്റെ ഇറക്കം ഇടാൻ നോക്കണം. സ്ലിറ്റിന്റെ ഇറക്കം മേളിന്ന് സ്ലിറ്റ് വരെ. ഇവിടെയാണ് സ്ലിറ്റ്. 20 അരയിലാണ് സ്ലിറ്റിന്റെ ഇറക്കം വരുന്നത്. 20 അര. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇവിടുത്തെ ചുറ്റളവ് എത്രയാന്ന് നോക്കണം. ഇവിടെ നമുക്ക് 20 വരുന്നത്. 20 അര, 20. പിന്നെ നോക്കണ്ട മൊത്തം ഹൈറ്റ്. മൊത്തം ഇതിന് വേണ്ട ഹൈറ്റ് 37 ഇഞ്ചാണ്. കൊടുത്തിട്ടുണ്ടോ ഒന്നുകൂടെ നോക്കണം. ഇതിന്റെ ഫ്ലെയർ ഇവിടുന്ന് 22.5. ഇനി നമുക്ക് വേണ്ടുന്നത് സ്ലീവിന്റെ ഇറക്കം 6.25. 6.5 വെച്ചേക്കാം. ഇതും 6.25. പിന്നെ വേണ്ടുന്നത് നെക്കിന്റെ ഇറക്കം. ചരിച്ചെടുക്കുമ്പോ 7. ഇപ്പൊ നമുക്ക് നേരെ എടുക്കണമ്പോ എത്ര ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്കെയിൽ എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഇതിലോട്ട് സ്കെയിൽ ചെയ്യുന്ന അളന്ന് നോക്കുക. ഇങ്ങനെ എടുക്കുമ്പോ ഇത് 6.25 ഇഞ്ചേ ഉള്ളൂ. ആറര വെച്ചേക്കാം. ബാക്കും ഫ്രണ്ട് സെയിം ആണ്. ഇത്ര അളവാണ് നമ്മൾ ഒരു ഡ്രസ്സിൽ നിന്ന് എടുക്കേണ്ടത്. ആം ഹോൾ എടുക്കണം. എട്ടരയാണ് ആം ഹോള്. ഇത്രയാണ് നമ്മൾ ഒരു ചുരിദാറിൽ നിന്ന് എടുക്കേണ്ടുന്ന അളവുകൾ. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ഈ അളവ് വെച്ച് നമുക്കിപ്പം ചുരിദാർ കട്ട് ചെയ്യാം. നമ്മള് തുണിയെ ഡബിളെ മടിച്ചേക്കുക. ഇത് 2ആയിട്ട് മടക്കിയേക്കുവാന്നേ. ആ തുണിയെ വീണ്ടും എടുത്ത് ഇങ്ങനെ 4ആയിട്ട് മടക്കി അങ്ങ് ഇടുന്നു. പുതുതായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാവുന്നവർക്കല്ല, പുതുതായിട്ട് കാണുന്നവർക്ക് എങ്ങനെ തുണി മടക്കണമെന്ന് കൂടെ അറിയാൻ വയ്യാതെ കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ്.
ഇപ്പൊ ഈ തുണിയെ നമ്മൾ 4ആയിട്ടാണ് മടക്കിയേക്കുന്നത്. ഇതിന്റെ ഫോൾഡ് വെച്ച എന്റെ സൈഡിലാണ്, ഓപ്പൺ ഇവിടെയാണ്. അത് നമുക്ക് ഇവിടെ അങ്ങ് കറക്റ്റ് ചെയ്തേക്കാം. ഇവിടെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ഇറക്കം വേണ്ടുന്നത് 37 ഇഞ്ചാണ്. അപ്പൊ 2 ഇഞ്ച് കുറച്ച് നമ്മൾ 35 വെച്ചാൽ മതി. മടക്കി തയ്ക്കാനും കൂടെ ഇച്ചിരി ചേർത്ത് ഞാൻ അങ്ങ് 36 തന്നെ വെക്കുവാണേ. 36 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഷോൾഡർ അവർക്ക് അതില് 6 ഇഞ്ചായിരുന്നുണ്ട്, 12 ഇഞ്ചായിരുന്നുണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് തയ്ക്കാനും കൂടെ വേണ്ടുമ്പോ 6.5 ഇഞ്ച് തന്നെ എടുക്കണം. 2 സൈഡിലും 4 ഇഞ്ച് സ്റ്റിച്ച് വരുമല്ലോ. അപ്പം 6.5 ഇഞ്ച് ഷോൾഡർ എടുത്തു. 6 ഇഞ്ച് ഇറക്കം എടുത്തു നമ്മളിങ്ങോട്ട്. ചെസ്റ്റ് 8.5 ഇഞ്ചാണേ. അപ്പം 9.25 ഇഞ്ച്, 18 ആകുമ്പോ 9.25 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. തുണിയിൽ എത്രയുണ്ടോ അത് തന്നെ എടുത്താൽ മതിയേ. ഇവിടുന്ന് 13.5 മാർക്ക്. നമ്മൾ തുണി തുറന്നിട്ട് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. വ്യത്യാസമുണ്ട്, അകത്തെ വ്യത്യാസം. ഇവിടെ നമുക്ക് 17.5. വേസ്റ്റ് റൗണ്ട് നമുക്ക് 17.5 പകുതി കിട്ടിയേക്കുന്നത്. അപ്പൊ 17.5യുടെ പകുതി 8.25. 8.25 വേസ്റ്റ് റൗണ്ട്. സീറ്റ് ഹൈറ്റ് 20.5 അതായത് സ്ലിറ്റിന്റെ ഇറക്കം വരുന്നത് 20.5 ഇഞ്ചിൽ നിന്നാണ്. സ്ലിറ്റിന്റെ ചുറ്റളവ് 20 ഇഞ്ചാണ്. അപ്പം 10 ഇറക്കം, അതായത് സീറ്റ് ചുറ്റളവിന്റെ ഇറക്കം വന്ന് നമുക്ക് 20.5 ഇഞ്ച് ഇറക്കവും ചുറ്റളവ് നമുക്ക് 20 ഇഞ്ച് 40 ഇഞ്ച് ചുറ്റളവ്. അതിൽ അളവ് ചുറ്റാലും നമ്മൾ എടുത്തപ്പം പാതി 20 ഇഞ്ചാണ് നമുക്ക് വന്നത്. അത് അതിന്റെ പകുതി 10 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്ലെയർ എത്ര വേണമെന്ന് വെക്ക്. 11.5 കൊടുക്കാം, അതിൽ ഇച്ചിരി കൂടുതലാണ്. അപ്പം 11.5 കൊടുത്തേക്കാം. ഇത് സ്ലിറ്റില് കറക്റ്റായിട്ട് നമ്മൾ സ്ലിറ്റ് എടുത്തിരിക്കുന്നിടത്തും താഴെ വരെ അതിന്റെ നേരെ ഒരു ലൈന്. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് എടുത്താൽ മതി. ഇവിടെ നമുക്ക് സ്ലിറ്റ് തയ്ക്കാനായിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് എടുക്കണം. ഒരുപാടായിപ്പോയി നമുക്ക് തയ്ക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതും പുതുതായിട്ട് തയ്ക്കുന്നവർക്ക് തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കറക്റ്റ് 1 ഇഞ്ച് വെച്ച് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ ഈ വളഞ്ഞ സ്കെയിൽ വെച്ച് ഇങ്ങനെ ഇവിടെ ചെറുതായിട്ടൊരു ഷേപ്പ് ഈ ചോക്ക് കൊണ്ടാൽ കൊടുത്താൽ മതി. ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്. രണ്ട് 1.5. ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 വരുന്നുണ്ട്. എത്രയും മതി. ചെറിയ ശരീരം, അതിൽ ആ ഡ്രസ്സിൽ കൂടുതലാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ അത് വാഷ് ചെയ്തപ്പോഴൊക്കെ അങ്ങനെ വലുതാകുന്നതാ. ഇവിടെ 1.5 ഇഞ്ച് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. അതെന്താന്ന് ചോദിച്ചാൽ ഇത് ദൂരെ നിന്നുള്ള കസ്റ്റമറാ, സേലത്തു നിന്ന് പാഴ്സൽ വരുന്നതാ. അവർക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തില്ലാത്തതുകൊണ്ട് അവിടെ 1-2 സ്റ്റിച്ചൊക്കെ ഇട്ട് നീറ്റായിട്ട് നമ്മൾ തിരിച്ചയക്കണം തുണി. നമുക്ക് കട്ട് ചെയ്യാം. കയ്യോടെ ഇവിടെ വെച്ചിട്ട്
ഇവിടെ 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 അപ്പം നമുക്ക് അകത്തും മാർക്ക് ചെയ്യണം ഇതേപോലെ തന്നെ. ഇതിങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ടും ഇവിടെ ഇച്ചിരി കുടഞ്ഞു വെട്ടിയെടുക്കണം. ഇവിടെയും നോച്ച്. അപ്പൊ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് താഴെ മടക്കി തയ്ക്കാനുള്ള നല്ല തുണികളിലോട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. 6.5 ഇഞ്ചാണ് അവിടെ സ്ലീവിന്റെ ഇറക്കം. 6.5. ഇവിടെയും ഈ സൈഡിലും 6.5 സ്ട്രെയിറ്റ് എടുക്കുക. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കം എടുക്കുക. ഇവിടുന്ന് അവർക്കിപ്പോ 8 ഇഞ്ചാ വേണ്ടുന്നത്. 6.5 തന്നെ. 6.5 ഇഞ്ച് ഇറക്കും, 6.5 ഇഞ്ച് കൈയുടെ ചുറ്റളവുമാണ്. ഇപ്പൊ നമ്മള് ഒരു അളവ് ഡ്രസ്സിൽ നിന്ന് എങ്ങനെ അളവെടുക്കുന്നതെന്നും അത് വെച്ച് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും പഠിച്ചല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറന്നു പോകണ്ട കേട്ടോ. ഓക്കെ, ബൈ, സി യു.